സംസ്ഥാനത്തെ സെൻട്രൽ ജയിലുകളിൽ മിന്നൽ പരിശോധന. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ 4-ാം നമ്പർ ബ്ലോക്കിൽ നിന്ന് 1.38 ഗ്രാം കഞ്ചാവ്, 5 കഞ്ചാവ് ബീഡികൾ, മൊബൈൽ ഫോൺ, ബാറ്ററി തുടങ്ങിയവ കണ്ടെത്തി. മംഗലപുരം സ്വദേശി അയ്യപ്പനെ കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ പിടികൂടുകയും ചെയ്തു. സിജോ വി ജോൺ വിശദാംശങ്ങളുമായി. സിജോ, ഒരു തടവുകാരനെ കഞ്ചാവ് ബീഡി വലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിടികൂടിയത്. ആരാണ് ഈ തടവുകാർക്കൊക്കെ ഈ ജയിലിനകത്തേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് എന്ന മർമ്മപ്രധാനമായ ചോദ്യത്തിലേക്ക് ഇനി ആഭ്യന്തര വകുപ്പിനും അന്വേഷണ സംഘത്തിനും കടക്കേണ്ടി വരും. എങ്ങനെയായിരുന്നു മിന്നൽ റെയ്ഡ്? കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെ? ഇന്ന് പുലർച്ചെ 1:30 ഈ പരിശോധന ആരംഭിക്കുന്നത്. വൈകിട്ട് 4:30 വരെ നീണ്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചിലയിടങ്ങളിൽ അതിനേക്കാൾ സമയം കുറച്ചുകൂടി നീണ്ടു നിന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 4:30 അവസാനിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് 2 കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് പൂജപ്പുര പോലീസാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ 8-ാം നമ്പർ ബ്ലോക്കിലെ 6-ാം സെല്ലിലുള്ള തടവുകാരനായിട്ട് അയ്യപ്പനെതിരെയാണ് കേസുള്ളത്. അയ്യപ്പൻ ഈ സെർച്ച് നടക്കുന്ന സമയത്ത് ഈ കഞ്ചാവ് ബീഡി വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 1:30 സമയത്തോ ഒക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഇരുന്ന് ഈ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഘം എത്തുന്നതും അയാളെ കഞ്ചാവ് ബീഡിയോടുകൂടി പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. അയാൾക്ക് വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. സെല്ലിനകത്തായതുകൊണ്ട് നശിപ്പിക്കാനോ ഒളിപ്പിക്കാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇയാൾ ഇപ്പോഴെന്തായാലും കേസെടുത്തിട്ടുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സെൻട്രൽ ജയിലിലെ 4-ാം നമ്പർ ബ്ലോക്കിലെ 1ഉം 2ഉം സെല്ലുകൾക്ക് മധ്യത്തിലായിട്ട് തറയിൽ 1.38 ഗ്രാം കഞ്ചാവ്, അതോടൊപ്പം തന്നെ 5 കഞ്ചാവ് ബീഡികൾ, മൊബൈൽ ഫോൺ, ബാറ്ററി തുടങ്ങിയവ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാരാണ് ഇവിടെ കൊണ്ടിട്ടത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ സംഘം പരിശോധിച്ച് വരികയും ചെയ്യുന്നുണ്ട്. അതിൽ ഓപ്പറേഷൻ തൂഫാൻ അതങ്ങനെ കടന്ന് ജയിലിനുള്ളിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട പല പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട്. ജയിലിനുള്ളിലേക്ക് ലഹരി വസ്തുക്കൾ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ഈ ജയിൽ കോമ്പൗണ്ടിന് പുറത്തു നിന്ന് ഇത് അകത്തോട്ട് എറിഞ്ഞിട്ട് കൊടുക്കുന്ന സാഹചര്യങ്ങളാണൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ജയിലുകളിൽ ഈ പരിശോധന പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിന് പുറമെ കണ്ണൂരിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതും ചെറിയ ക്വാണ്ടിറ്റി ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.